മേക്കപ്പ് ചെയ്യുന്നതിനിടയിൽ പെൺകുട്ടി അബദ്ധവശാൽ ഒരു യുവാവിനെ ഇടിക്കുന്നു. പെൺകുട്ടിയുടെ പക്കലുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് അവളുടെ ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട്. പക്ഷേ തെറ്റുകൾ അവൾ ആ യുവാവിന്റെ മണ്ടയിൽ കെട്ടിവെച്ചിട്ട് തന്റെ വസ്ത്രം ലിമിറ്റഡ് എഡിഷൻ ആണെന്നും അതുകൊണ്ട് തന്നെ $10,000 തനിക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ യുവാവട്ടെ പെൺകുട്ടിയാണ് തന്നെ ഇടിച്ചതെന്ന് പറയുന്നു. ഈ സമയത്ത് അവളുടെ അമ്മയാവട്ടെ അതിന് തെളിവൊന്നുമില്ലല്ലോ. പെൺകുട്ടിയുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് അവളോട് ക്ഷമാപണം നടത്തണമെന്ന് പറയുന്നു. ഈ സമയത്ത് അയാൾക്കൊരു സംരക്ഷണ വലയം തീർത്തുകൊണ്ട് അയാളുടെ മുൻപിലേക്ക് ഒരു പെൺകുട്ടി കയറി നിൽക്കുന്നു. അതിനുശേഷം $50,000 ആ പെൺകുട്ടിക്കും നഷ്ടപരിഹാരമായി നൽകുന്നു. പണം കൈപ്പറ്റിയതിനു ശേഷം അവരവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും പെൺകുട്ടിയാവട്ടെ കുറച്ചു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെടികൾ കട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുടെ കയ്യിൽ നിന്ന് കത്രിക മേടിച്ചുകൊണ്ട് വരുന്നു. ആ കത്രിക അവളൊന്ന് ചിരിച്ചുകൊണ്ട് പേടിപ്പിക്കുന്ന രീതിയിൽ പെൺകുട്ടിയുടെ മുൻപിലേക്ക് കാണിക്കുന്നു. അവളാവട്ടെ അത് കണ്ട് പേടിച്ചു പോകുന്നുണ്ട്. ഉടനടി ആ സ്ത്രീയുടെ വസ്ത്രങ്ങളാവട്ടെ കത്രിക കൊണ്ട് പെൺകുട്ടി കീറി മുറിക്കുന്നു. സ്ത്രീ ആവട്ടെ തന്റെ വസ്ത്രങ്ങൾ കീറി മുറിക്കുന്നത് കണ്ടിട്ട് വളരെയധികം പേടിയോടെ നിലവിളിക്കുന്നു. അവസാനം ആ പെൺകുട്ടി അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറി പറഞ്ഞതുപോലെ ആക്കിയിട്ട് സന്തുഷ്ടയായി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അവളുടെ അമ്മയാവട്ടെ പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ എന്ത് അധികാരമാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഉടനടി തന്നെ മറുപടി പറയുന്നുണ്ട്. സ്ത്രീയുടെ വസ്ത്രങ്ങൾക്ക് $50,000 തന്നതല്ലേ, അതുകൊണ്ട് ആ വസ്ത്രം എന്ത് ചെയ്യാനുള്ള അധികാരവും തനിക്കുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് ആ സ്ത്രീ ആവട്ടെ പെൺകുട്ടിയെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ തന്റെ പക്കലുള്ള കത്രിക കാട്ടി ആ പെൺകുട്ടി അവളെ പേടിപ്പിക്കുന്നു. പെൺകുട്ടിയോട് എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്ന് പോകുന്നു. ആ പെൺകുട്ടിയെ വളരെ രസകരമായി തോന്നിയ യുവാവട്ടെ അവളോട് നന്ദി പറയുന്നു. കുറച്ചു സമയം മുൻപ് വരെ ആ യുവാവട്ടെ വേസ്റ്റ് കൊട്ടയുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ തിരയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അവിടുത്തെ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അയാളുടെ സുന്ദരമായ മുഖം കണ്ട് അവൾക്ക് ഒരു ആരാധന അയാളോട് തോന്നുന്നു. തന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് പെൺകുട്ടിയോട് വെളിപ്പെടുത്താൻ ഒരുങ്ങുന്ന സമയം കൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് അയാളുടെ അടുത്തേക്ക് വരുന്നു. അസിസ്റ്റന്റ് അയാളുടെ അടുത്ത് വന്നിട്ട് പേഴ്സ് കണ്ടെത്തി എന്ന് പറയുന്നു. അയാളുടെ പേഴ്സ് കാണാതെ പോയത് കൊണ്ടാണ് അയാൾ അവിടെയൊക്കെ തിരഞ്ഞു നടന്നത്. ഇത് കണ്ട പെൺകുട്ടി അയാൾ അവിടുത്തെ ഒരു ജോലിക്കാരനാണെന്ന് കരുതി തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഉടനടി തന്നെ പെൺകുട്ടിയെ കണ്ടെത്താൻ അയാൾ അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നു.